السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. Our respected chief guest, Muhtaram Maulana Ahmad Wali Faisal Rahmani Sahib, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി സാഹിബ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ അബ്ദുസ്സലാം സാഹിബ്, കൂട്ടിൽ മുഹമ്മദ് അലി സാഹിബ്, ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ടി കെ ഉബൈ സാഹിബ്, വി എ കബീർ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് പ്രബോധനം അതിൻ്റെ 75ാം വാർഷികം ഇന്ന് ആഘോഷിക്കുന്നത്. മലയാളി സമൂഹത്തിനകത്ത് ഒരു ഇസ്ലാമിക വാരിക 75 വർഷത്തോളം പിന്നിടുക, ആ 75 വർഷം കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുക, ആ 75 വർഷത്തിനകത്ത് ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പിന്നിട്ട ഏറെ പതിറ്റാണ്ടിൻ്റെ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഇന്ന് പ്രബോധനം അതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രബോധനം ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമാണ്. മർഹൂം ഹാജി സാഹിബും മർഹൂം കെ സി അബ്ദുള്ള മൗലവിയും ചേർന്ന് തുടക്കം കുറിച്ച പ്രബോധനം പ്രസ്ഥാനത്തിന് സമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, പ്രസ്ഥാനം സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ഉദ്ദേശിച്ച ആശയങ്ങൾ, പ്രസ്ഥാനം സമൂഹത്തിനകത്ത് സാധിച്ചെടുക്കാൻ ആഗ്രഹിച്ച വിപ്ലവം സാധിച്ചെടുക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രസിദ്ധീകരണമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ കേരളീയ സമൂഹത്തിനകത്ത് ഇസ്ലാമിൻ്റെ മലയാള പ്രതിനിധാനമായി കൊണ്ടാണ് ഇന്ന് വരെ പ്രബോധനം നിലയുറപ്പിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏതൊരു സമൂഹത്തിനകത്തും ഐഡിയോളജി വളരെ പ്രധാനമാണ് എന്നതുപോലെ തന്നെ ഭാഷയും വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ഇല്ലാ ബിൽ ലിസാനി ഖൗമിഹി, അഥവാ അതത് ജനവിഭാഗത്തിൻ്റെ ഭാഷയിലാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഷഹീദ് ഹസനുൽ ബന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികളോട് അറബി ഭാഷ പഠിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് കൂടെയുള്ള സഹപ്രവർത്തകരോട് ലോക്കൽ ലാംഗ്വേജ് അഥവാ പ്രാദേശിക ഭാഷ നിങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെടാറുണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ പരിവർത്തനം സാധ്യമാകണമെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഷ നമുക്ക് വഴങ്ങുക എന്ന് പറയുന്നതും സമൂഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഇത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ വർദ്ധിച്ച ആശയപരമായ സ്വാധീനത്തിൻ്റെ ആധാരം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കാലം മുതൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിനകത്ത്, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഒരു പുതിയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനം എന്ന അർത്ഥത്തിലുള്ള ബഹിഷ്കരണങ്ങളും ഭ്രഷ്ടുമെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് വളർന്നത്. അത് ഇന്നും അതിൻ്റേതായ സ്വഭാവത്തിൽ നാമമാത്രമായ രീതിയിലാണ് എങ്കിലും ഒരകൽച്ചയും ഒരകറ്റലും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിരിക്കെ തന്നെ കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ ആശയപരമായ ഉള്ളടക്കത്തെ എങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഷയിൽ, മലയാളികളുടെ ഭാഷയിൽ ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രബോധനം എന്ന് പറയുന്ന ടൈറ്റിൽ ഏതാണ്ട് 1949 പറയുക എന്ന് പറഞ്ഞാൽ അത് അപരിചിതമായൊരു പദപ്രയോഗമാണ്. ആ ടൈറ്റിലോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പ്രബോധനം എന്ന് ആ ഒരു ടൈറ്റിലോടുകൂടിയാണ് അത് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് അറബിയിൽ മാത്രം പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുകയും അറബി മലയാളത്തിൽ മാത്രം
സമുദായത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അന്ന് പ്രബോധനം എന്ന പേരിൽ ഈ പ്രബോധനത്തിന് തുടക്കം കുറിക്കപ്പെട്ടപ്പോൾ അത് സമുദായത്തിനകത്ത് പരിഹസിക്കപ്പെടുന്ന സാഹചര്യം വരെ സംജാതമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ ഉപകരണം മാത്രമല്ല. വിപ്ലവം നടക്കുന്നിടത്ത് വിപ്ലവത്തിൻ്റെ യുദ്ധക്കളം കൂടിയാണ് യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത്. ഭാഷ എന്ന് പറയുന്നത് ഒരു വിനിമയോപാധി മാത്രമല്ല, സ്വയം തന്നെ സന്ദേശവും അതുപോലെ തന്നെ ഒരു ദർശനവും കൂടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 75 വർഷത്തിനകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അൽ ബയാനും അൽ ഫുർഖാനും അൽ മുർഷിദുമൊക്കെ അറബി ടൈറ്റിലോടുകൂടി അതേസമയം അറബി മലയാള തുള്ളടക്കത്തോടുകൂടി തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്ത മലയാളക്കരയിൽ മുസ്ലിം സമുദായത്തിനകത്തും പൊതുസമൂഹത്തിനകത്തും പ്രബോധനം ഇന്നും ലൈവായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാമിൻ്റെ സമഗ്രതയെ അടയാളപ്പെടുത്തുന്ന നിരവധി പദാവലികൾ മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കാൻ പ്രബോധനത്തിൻ്റെ നാൾവഴികളിൽ നമുക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, അതൊന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാത്രം സ്വന്തം ടെർമിനോളജിയല്ല, ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ടെർമിനോളജിയായി മാറി എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇസ്ലാമിക പ്രസ്ഥാനം, ഇസ്ലാമിക ജീവിത പദ്ധതി, ഇസ്ലാമിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം, ഇസ്ലാമിൻ്റെ സംസ്ഥാപനം, സത്യവ്യവസ്ഥ, ഇസ്ലാമും രാഷ്ട്രമീമാംസയും, ഇസ്ലാമും സാമ്പത്തിക സിദ്ധാന്തങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാമും സാമൂഹിക ജീവിതവും, ഇസ്ലാമിൻ്റെ സമകാലികത, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, വിഷയങ്ങൾ നമുക്ക് ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് പൊതുവായി ഉപയോഗിക്കുന്ന വ്യവഹാരങ്ങളായി മാറി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക പ്രബോധനം ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ഈ ഭാഷക്കകത്ത് രൂപപ്പെടുത്തിയെടുക്കുകയും പ്രയോഗിക്കുകയും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത ഇത്തരം പദാവലികൾ ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ സ്വന്തം സ്വത്തായി മാറി എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്നതും അഭിമാനിക്കാവുന്നതുമായ കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേവലം ഒരു ഭാഷാ പ്രയോഗമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്, മറിച്ച് ഇത് ഭാഷക്കകത്ത് നിന്നുകൊണ്ട് നാം നിർവഹിച്ച ഒരാശയപരമായ വിപ്ലവമായി കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അഥവാ കേരളീയ സമൂഹത്തെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്ലാമിൻ്റെ ആശയപരമായ വിശാലമായ വിഹായസിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാൻ പ്രബോധനം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് സാധിച്ചു എന്നർത്ഥം. 7 പതിറ്റാണ്ട് കൊണ്ട് എന്താണ് സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഇതുതന്നെയാണ് നമുക്ക് പറയാനും അഭിമാനിക്കാനും കഴിയുന്ന കാര്യം. ഇനിയും നമുക്ക് നിർവഹിക്കാനുള്ളത് പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പുതിയ വിഹായസിലേക്ക്, പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കുന്നിടത്ത് പുതിയ ആശയങ്ങളെ അഥവാ നമ്മുടെ അടിസ്ഥാന ആശയങ്ങളെ നവീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റെടുക്കാൻ ഒരു ജനതയുണ്ട്, അത് ഏറ്റെടുക്കാൻ ഒരു സമുദായമുണ്ട്, അത് ഏറ്റെടുക്കാൻ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പ്രസിദ്ധീകരണങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മലയാള ഭാഷക്കകത്ത് ഇസ്ലാമിനെ അതിൻ്റെ സൗന്ദര്യത്തോടെ വരച്ചു വെക്കുകയായിരുന്നു പ്രബോധനം എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നാം നേടിയ ഉയർന്ന പ്രാതിനിധ്യം തന്നെ മലയാള ഭാഷക്കകത്ത് നമുക്ക് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഒരു പുതിയ കാലത്താണ്. പോസ്റ്റ് ട്രൂത്ത് എന്നെല്ലാം നാം ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറെ ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടം എന്നുകൂടി ഇതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രബോധനം എന്ന് പറയുന്നത് തന്നെ പ്രകോപനമാണ്. പ്രബോധനം എന്ന പ്രയോഗം പോലും പ്രകോപനപരമായി മാറുന്ന ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുക, പൊതുസമൂഹത്തോട് ധാരാളമായി ഈ ആശയം എൻഗേജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത്തരം വ്യവഹാരങ്ങളുമായി എൻഗേജ് ചെയ്യുവാൻ പ്രബോധനത്തിന് സാധിക്കുന്നു എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ പ്രബോധനം സ്ഥാപിച്ചെടുത്ത സ്വീകാര്യതയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിനുള്ള ഒരു പൊതുഭാഷയും ഒരു പൊതുശൈലിയും യഥാർത്ഥത്തിൽ പ്രബോധനം വികസിപ്പിച്ചെടുത്തു. കേരളീയ സമൂഹത്തോട്, പൊതുമണ്ഡലത്തോട്, കേരളത്തിലെ വ്യത്യസ്തമായ ആശയധാരകളോട് സംവദിക്കാനുള്ള പ്രബോധനത്തിൻ്റെ നാൾവഴികൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക. കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട്, യുക്തിവാദവുമായി ബന്ധപ്പെട്ട്, അതത് കാലഘട്ടത്തിലെ നവജാഹിലീയത്തുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ സംവാദങ്ങൾക്ക് പ്രബോധനത്തിൻ്റെ താളുകൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും നല്ല സുന്ദരമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമികമായ ഒരു പ്രസിദ്ധീകരണത്തിന് ആധുനിക
ആധുനിക കാലഘട്ടത്തിലെ പൊതുമണ്ഡലത്തിലെ പൊതു ആശയങ്ങളോടും നവീനമായ ജാഹിലിയ ആശയങ്ങളോടും സംവദിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പ്രബോധനം പൊതുമണ്ഡലത്തോടും പൊതുവ്യക്തിത്വങ്ങളോടും പൊതു സാംസ്കാരിക നായകന്മാരോടുമൊക്കെ സംവദിക്കാനുള്ള ഒരു പൊതുഭാഷ വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സമകാലിക ഭാഷ ജ്ഞാന രാഷ്ട്രീയ മണ്ഡലത്തോട് സംവദിക്കാനുള്ള ശേഷിയാണ് നാം നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്. മതഭൂമികൾക്കപ്പുറം പൊതുമണ്ഡലത്തോട് എൻഗേജ് ചെയ്യുവാൻ നാം ശേഷി നേടി എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള കോൺഫിഡൻസ് മുസ്ലിം സമുദായത്തിന് പകർന്നു കൊടുക്കാൻ കൂടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ 25-30 വർഷം മുമ്പ് മുസ്ലിം സമുദായം പൊതുസമൂഹത്തോട് സംവദിക്കുന്ന ഭാഷയിലല്ല ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ അന്ന് സംസാരിച്ച ഭാഷയിലല്ല അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സമുദായത്തിൻ്റെ സംവിധാനങ്ങൾക്കെല്ലാം അതിനുള്ള ആത്മവിശ്വാസം പകർന്നു എന്നുള്ളതാണ് പ്രബോധനം വഴി നമുക്ക് നിർവഹിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രസ്ഥാനത്തെ നാട്ടക്കുറിയാക്കിക്കൊണ്ടുള്ള ശക്തമായ അറ്റാക്ക് പൊതുമണ്ഡലത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. നാം നിർവഹിച്ച ദൗത്യമെന്ന് പറഞ്ഞാൽ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റോടുകൂടിയുള്ള സമഗ്രമായ ഒരു ദർശനത്തെ ഈ സമൂഹത്തിനകത്ത് സ്ഥാപിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ്, ആശയപരമായി സ്ഥാപിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും ജാഹിലിയത്തിനെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 20-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനത്തോട് ഇഖ്വാനി ഇങ്ങനെ ഷഹീദ് കുത്തുബിനോട്, അതുപോലെ തന്നെ സയ്യിദ് ബന്നയോട്, അതുപോലെയുള്ള ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങളോട് സാമ്രാജ്യത്വം രൂപപ്പെടുത്തിയെടുത്ത ഒരു നെറേറ്റീവ് ഉണ്ട്. അതേ നെറേറ്റീവാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെയും ഇന്ന് പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സാമ്രാജ്യത്വത്തിൻ്റെ നെറേറ്റീവ്, സംഘപരിവാറിൻ്റെ നെറേറ്റീവ് സെക്യുലർ ഭൂമികകളിൽ തന്നെ വരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം ആശയതലത്തിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മേൽക്കൈ കൂടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റലിസ്റ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും ടെററിസ്റ്റ് എന്നും ആഗോള സാമ്രാജ്യത്വം പറയുന്ന അതേ വാചകങ്ങൾ, സംഘപരിവാർ പറയുന്ന അതേ വാചകങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്നും ഒരു ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനത്തിന് അതിൻ്റെ സമാധാനപരമായ നിയമാനുസൃതമായ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും കേൾക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ തിരിച്ചറിവ് കൂടി നമുക്ക് ആത്മാഭിമാനത്തിനും ആത്മവിശ്വാസത്തിനും വക നൽകുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ പ്രബോധനം തുടങ്ങിയത് തനിച്ചായിരുന്നു. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചോ എങ്ങനെ തുടങ്ങണമെന്ന്. മർഹൂം KC അബ്ദുള്ള മൗലവിയും മർഹൂം ഹാജി സാഹിബും രണ്ടുപേരും മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്ത ആ ചരിത്ര സന്ധി നിങ്ങളൊന്ന് ആലോചിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ലിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും ഔ അവിൽ വാലിദൈൻ വൽ അഖറബീൻ. O you who believe, be the custodians of justice. Witness to Allah subhanahu wa ta'ala, even if that is against you or your parents or your relatives. Journalism is an amana. The word that is written can sow seeds of hatred, and the words that is written can mend hearts. Prabodhanam from day one has used this principle to mend hearts. It has stood calling for truth. It has stood calling for peace and harmony. Over the past years, Prabodhanam has aligned itself with truth and justice. It has rejected sensationalism. It could have used sensationalism and it could have
earned lots of money because it is a successful magazine, but it rejected sensationalism for truth. It has also kept in mind all of the people of Kerala who speak Malayali. It has not used words that will create or sow hatred in the hearts of people. However, today we live in post-truth world. This world seems to care less about facts, of objectivity, but rather of perception. It cares less about what happened, when it happened, where it happened, and who did it. Rather, it cares about the interpretation, a personal interpretation of why it was done and how it was done. Every single day at between 5 o'clock and 10 o'clock, you watch national television and you see people delving into post-truth world activities. You see people talking about things that have never happened, things that are completely false. That is the post-truth world for you. Fake news is rampant. What is fake news? It is basically half-truth. It is cherry-picked facts. It is wrapping of lies around some facts so that you can never get to the truth. Today, we are in a world of polarized data and polarized practice, especially in the media. We must not forget, every country that has seen a genocide has seen a media that was polarized. I repeat that again. We cannot forget Rwanda. We cannot forget Gaza. Both of these countries, we cannot forget other places where genocide has happened. Every single time a genocide has happened, we have seen a polarized media, a media that only looks at good of one community and bad of another community, a media that portrays one community as cockroaches and termites. This is the world we are living in. Now, before we talk about solutions, we must understand that it is good to think, it is good to call people from various walks of life, intellectuals, engineers, scientists, psychologists, media people, into one room